നിങ്ങൾക്ക് സോൾട്ട് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സോൾട്ട് തരും. ഈ സോൾട്ട് ഏതാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ സോൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതിൽ ആനയോണും കാറ്റയോണും കൂടെ ചേർന്ന സോൾട്ടാണ്. ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ ആ സോൾട്ടിൽ സോഡിയം ഒരു കാറ്റയോണും ക്ലോറൈഡ് ഒരു ആനിയോണും. അപ്പോൾ നിങ്ങൾ സോൾട്ടിൻ്റെ പേര് പറയുമ്പോൾ അതിൽ ഫസ്റ്റ് കാറ്റയോൺ ആയിരിക്കും, രണ്ടാമത് ആനിയോൺ ആയിരിക്കും. അപ്പോൾ അമോണിയം സൾഫേറ്റ് എന്ന് പറയുമ്പോൾ അമോണിയം കാറ്റയോണാണ്, സൾഫേറ്റ് ആനിയോണാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ സോൾട്ട് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് ആനയോണിനെയാണ് തിരിച്ചറിയുക. അമോണിയം സൾഫേറ്റ് എന്ന് പറയുന്നതിൽ സൾഫേറ്റ് ആണല്ലോ ആനയോൺ. അപ്പോൾ ആനയോൺ ആണ് ആദ്യം നമ്മൾ കണ്ടെത്തുക. അതൊരു കറക്റ്റ് ഓർഡറിലാണ് കണ്ടെത്തുക. ദെൻ ആനയോണിന് ശേഷം നമ്മൾ കാറ്റയോൺ കണ്ടെത്തും. അങ്ങനെ ആനയോണും കാറ്റയോണും കൂടെ ചേർന്ന സോൾട്ട് നമ്മൾ പേര് പറയുമ്പോൾ ആദ്യം കാറ്റയോണിൻ്റെ പേര് പറയും. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആനയോണിൻ്റെ ടെസ്റ്റും കാറ്റയോണിൻ്റെ ടെസ്റ്റും ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സോൾട്ട് കിട്ടിയാൽ പ്രിലിമിനറി അനാലിസിസ് എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ട്. ജസ്റ്റ് ആദ്യത്തിലൊന്ന് നമ്മൾ ചെയ്ത് നോക്കും ഏത് സോൾട്ട് ആവാനാണ് ചാൻസ് എന്ന്, ഏതൊരു കാറ്റയോൺ ആവാനാണ് ചാൻസ് എന്ന്. അപ്പോൾ പ്രിലിമിനറി അനാലിസിസ് നമ്മൾ ആദ്യം കളർ നോക്കും. കളർ മിക്കവാറും നിങ്ങൾക്ക് കളർലെസ് ആയിട്ടുള്ള സോൾട്ടാണ് തരിക. അപ്പോൾ പ്രത്യേകിച്ച് കളറൊന്നും ഉണ്ടാവില്ല. പിന്നെ സ്മെല്ല് പറയും. സ്മെല്ല് അമോണിയത്തിൻ്റെതാണെങ്കിൽ ഒരു സ്മെല്ലൊക്കെ കിട്ടും. ജസ്റ്റ് ചൂടാക്കിയാൽ കുറച്ചുകൂടി സ്മെല്ല് വരും. മെയിനായിട്ട് നിങ്ങൾ പ്രിലിമിനറി അനാലിസിസ് ചെയ്യേണ്ടത് ഫ്ലെയിം ടെസ്റ്റും ആഷ് ടെസ്റ്റും. അപ്പോൾ എനിക്കിവിടെ തന്ന സോൾട്ട് ഏതാണെന്ന് എനിക്കറിയില്ല. ഇതിൽ ഫ്ലെയിം ടെസ്റ്റ് ആഷ് ടെസ്റ്റോ കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് നോക്കുകയാണ് ഞാൻ ആദ്യം. അപ്പോൾ പ്രിലിമിനറി അനാലിസിസ് ഞാൻ ആദ്യം ഫ്ലെയിം ടെസ്റ്റും ആഷ് ടെസ്റ്റും ഞാൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു വാച്ച് ഗ്ലാസ് എടുത്തിട്ട് ആദ്യം ഞാൻ ഫ്ലെയിം ടെസ്റ്റ് ചെയ്യാൻ പോകണം. നിങ്ങൾക്ക് ഫ്ലെയിം ടെസ്റ്റിൽ ആളെ കിട്ടിയാൽ പിന്നെ ആഷ് ടെസ്റ്റ് ചെയ്യേണ്ട. ആഷ് ടെസ്റ്റിൽ ആളെ കിട്ടിയാൽ പിന്നെ ഫ്ലെയിം ടെസ്റ്റും ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ടെസ്റ്റ് ആയിരിക്കും ചെയ്യുക. അപ്പോൾ ഫ്ലെയിം ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നു. ഫ്ലെയിം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സോൾട്ട് എടുത്ത് ഇതിലേക്ക് ഇടുന്നു. ഓക്കെ, ഫ്ലെയിം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോൾട്ട് എടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് കോൺസെൻട്രേറ്റഡ് HCl ചേർക്കുന്നു. നിങ്ങൾ ഡ്രോപ്പർ വെച്ചിട്ടായിരിക്കും ചേർക്കണം. ഓക്കെ, കോൺസെൻട്രേറ്റഡ് HCl ചേർക്കുന്നു. ദെൻ ഞാനിത് ഫ്ലെയിമിലേക്ക് കാണിക്കുന്നു. ഫ്ലെയിമിൻ്റെ കളർ മാറുന്നുണ്ടോ നോക്കുന്നു. ഇതാണ് പ്രിലിമിനറി അനാലിസിസ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതാണ് കേട്ടോ. ഒരു സോൾട്ട് തന്നാൽ ഞാനിതിനെ ഗ്ലാസ് റോഡിൽ എടുക്കുന്നു. ഈ സോൾട്ടിനെ ഗ്ലാസ് റോഡിൽ എടുക്കുന്നു. എന്നിട്ട് എന്തെങ്കിലും കളർ വ്യത്യാസം ഫ്ലെയിമിനുണ്ടോ എന്ന് നോക്കുന്നു. ഈ ഫ്ലെയിമിനുണ്ടോ എന്ന് നോക്കുന്നു. ഈ ഫ്ലെയിമിന് എന്തെങ്കിലും കളർ വ്യത്യാസം ഉണ്ടോ നോക്കുന്നു. ബ്രിക്ക് റെഡോ പെയിൽ ഗ്രീനോ ഒന്നും ഞാൻ കാണുന്നില്ല. പ്രത്യേകിച്ച് കളർ വ്യത്യാസമൊന്നും ഇതിനില്ല. ഇത് സാധാരണ ഈ ട്യൂബിൻ്റെ കളറാണ്. അത് ബ്രിക്ക് റെഡ് അല്ല, അങ്ങനെ വിചാരിക്കരുത്. പ്രത്യേകിച്ച് കളറൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഫ്ലെയിം ടെസ്റ്റിൽ ആരും ഇല്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ ഫ്ലെയിം ടെസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഗുണം എന്താ മക്കളെ? ഫ്ലെയിം ടെസ്റ്റിൽ പ്രത്യേകിച്ച് കളറൊന്നും കാണുന്നില്ല. സോ ആദ്യം തന്നെ ഞാൻ ഫ്ലെയിം ടെസ്റ്റ് പ്രിലിമിനറി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഫ്ലെയിം ടെസ്റ്റിൽ ആളെ കിട്ടിയില്ലെങ്കിൽ ഗ്രൂപ്പ് 5ൽ ആരും ഇല്ല. അപ്പോൾ ഗ്രൂപ്പ് 5 അല്ല നിങ്ങൾക്ക് തന്നത് എന്ന് മനസ്സിലാക്കി. ഇനി ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആഷ് ടെസ്റ്റ് ചെയ്യാൻ പോകണം. ആഷ് ടെസ്റ്റ് ചെയ്യാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ആഷ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് സോൾട്ട് എടുക്കുന്നു. ആ സോൾട്ടിലേക്ക് കൊബാൾട്ട് നൈട്രേറ്റ് ചേർക്കുന്നു. നമ്മൾ ചേർത്തതാണ് കൊബാൾട്ട് നൈട്രേറ്റ് ചേർക്കുന്നു. കൊബാൾട്ട് നൈട്രേറ്റിൻ്റെ സൊല്യൂഷൻ ആക്കുന്നു. ആ കൊബാൾട്ട് നൈട്രേറ്റിൻ്റെ സൊല്യൂഷനിലേക്ക് ഞാൻ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ചേർക്കുന്നു. ദെൻ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് നമ്മൾ ചേർത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? നമ്മളിതൊന്ന് ചൂടാക്കണം, നല്ലോണം ഹീറ്റ് ചെയ്യണം. റെഡി? ദെൻ നമ്മളിതാ ഹീറ്റ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കൊരു ഫിൽറ്റർ പേപ്പർ കാണിക്കണം. അപ്പോൾ ഫ്ലെയിം ടെസ്റ്റ് ഇല്ലാന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മളിനി ഫിൽറ്റർ പേപ്പർ കത്തിച്ചിട്ട് ആഷ് ടെസ്റ്റിലുള്ള ആരെങ്കിലും ഉണ്ടോ നോക്കുകയാണ്. ഞാനിതിനെ എൻ്റെ ഫിൽറ്റർ പേപ്പറിലേക്ക് ഒഴിച്ചു. ദെൻ ഫിൽറ്റർ പേപ്പർ കത്തിച്ചു. ഫിൽറ്റർ പേപ്പർ കത്തിയതിന് ശേഷമുള്ള ആഷിൻ്റെ കളർ ഞാൻ നോക്കുന്നു. എൻ്റെ ആഷിൻ്റെ തലക്കൽ ഓരോ ചെറിയ അറ്റത്തായിട്ടതാ എനിക്ക് ബ്ലൂ മക്കൾ കാണുന്നുണ്ടോ മക്കളെ? ബ്ലൂ ആഷ് എനിക്ക് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ആള് 3rd ഗ്രൂപ്പിലുള്ള അലൂമിനിയമാണ്.
തേർഡ് ഗ്രൂപ്പിലുള്ള അലൂമിനിയമാണ് എന്നെനിക്ക് മനസ്സിലായി. സോ പ്രിലിമിനറി അനാലിസിസേ ചെയ്തിട്ടുള്ളൂ. പ്രിലിമിനറി അനാലിസിസ് വഴി ഞാൻ ഏകദേശം എൻ്റെ ഗ്രൂപ്പ് ഏകദേശം തേർഡ് ഗ്രൂപ്പാണെന്നൊരു കോൺഫിഡൻറ്റ് വരുത്തി. ഇനി അഥവാ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നിങ്ങൾക്ക് ആഷ് ടെസ്റ്റും കിട്ടിയില്ല, ഫ്ലെയിം ടെസ്റ്റും കിട്ടിയില്ല, അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പ് തേർഡും ഇല്ല, ഫോർത്തും ഇല്ല, സിക്സ്ത്തും ഇല്ല, ഫിഫ്ത്തും ഇല്ല, സിക്സ്ത്തും ഇല്ല. കാരണം ഫ്ലെയിം ടെസ്റ്റ് ഇല്ലെങ്കിൽ ഗ്രൂപ്പ് 5 ഇല്ല, ആഷ് ടെസ്റ്റ് ഇല്ലെങ്കിൽ ഗ്രൂപ്പ് തേർഡ് ഇല്ല, ഗ്രൂപ്പ് 4 ഇല്ല, ഗ്രൂപ്പ് 6 ഇല്ല. വിച്ച് മീൻസ് തേർഡ് ഗ്രൂപ്പോ ഫോർത്ത് ഗ്രൂപ്പോ ഫിഫ്ത്ത് ഗ്രൂപ്പോ സിക്സ്ത് ഗ്രൂപ്പോ ഇല്ല എന്നുള്ള കൃത്യമായൊരു ഐഡിയ നിങ്ങൾ പ്രിലിമിനറി അനാലിസിസ് ചെയ്യുമ്പോൾ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പേ ഉണ്ടാവുള്ളൂ, 0 ഗ്രൂപ്പോ ഫസ്റ്റ് ഗ്രൂപ്പോ, അത് മാത്രം ചെയ്താൽ മതിയാവും. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇനി കിട്ടിയാലോ, ആഷ് ടെസ്റ്റ് കിട്ടിയാൽ ആ ഗ്രൂപ്പായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ തന്നെ ആദ്യം തന്നെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ട് അനാലിസിസ് ചെയ്യാൻ പോകുന്നത് സോൾട്ടിൻ്റെ അനാലിസിസ്. നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാനുള്ള ഒരു ഐഡിയ പറഞ്ഞുതരാം. സോൾട്ടിൻ്റെ അനാലിസിസിൽ ആനയോണിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് ഡൈല്യൂട്ട് HCl ചേർക്കുക, അത് ചേർത്തിട്ട് കിട്ടിയില്ലെങ്കിൽ ഡൈല്യൂട്ട് H2SO4 ചേർക്കുക, ദെൻ കോൺസെൻട്രേറ്റ് ചേർക്കുക, ദെൻ കോൺസെൻട്രേറ്റഡ് H2SO4 ചേർത്തതിലേക്ക് പേപ്പർ ബോൾ ചേർക്കുക, പേപ്പർ ബോൾ ചേർത്തിട്ട് ഹീറ്റ് ചെയ്തിട്ട് പേപ്പർ ബോൾ ചേർക്കുക, ദെൻ ബേരിയം ക്ലോറൈഡ്, ഡൈല്യൂട്ട് HCl, ഡൈല്യൂട്ട് H2SO4, കോൺസെൻട്രേറ്റഡ് H2SO4, അതിലേക്ക് ഹീറ്റ് ചെയ്തിട്ട് പേപ്പർ ബോൾ ഇടുക, ബേരിയം ക്ലോറൈഡ്. ഇതാണ് ആദ്യത്തെ അനാലിസിസ്. അപ്പോൾ നിങ്ങൾക്ക് കാർബണേറ്റ്, അസറ്റേറ്റ്, ക്ലോറൈഡ്, നൈട്രേറ്റ്, സൾഫേറ്റ് ഈ ഓർഡറിൽ അങ്ങ് കിട്ടും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സോൾട്ടിൽ ഏതാണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. യെസ്, ഞാൻ ആദ്യം സോൾട്ട് എടുക്കുന്നു. സോൾട്ട് എടുത്തിട്ട് ഒന്നും നോക്കുന്നില്ല, ഞാൻ ആദ്യം വേഗം തന്നെ ഡൈല്യൂട്ട് HCl ചേർക്കുന്നു. ഇതാ എൻ്റെ ഡൈല്യൂട്ട് HCl ഇവിടെ ഉണ്ട്. ഡൈല്യൂട്ട് HCl ചേർക്കുന്നു. ഡൈല്യൂട്ട് HCl ചേർക്കുമ്പോൾ ബ്രിസ്ക് എഫർവസൻസ് വന്നാൽ ഒന്നും വന്നില്ല, ബ്രിസ്ക് എഫർവസൻസ് ഇല്ല. ബ്രിസ്ക് എഫർവസൻസിന് ഇങ്ങനെ താഴത്തുനിന്ന് ഇങ്ങനെ കുമ്പളായിട്ട് വരും, അങ്ങനെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇത് കാർബണേറ്റ് അല്ല. അപ്പോൾ കാർബണേറ്റ് അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ കൺഫർമേഷൻ ചെയ്യണം? വേണ്ട. കാർബണേറ്റ് അല്ല എന്ന് ഉറപ്പിച്ചാൽ പിന്നെ അതിൻ്റെ കൺഫർമേഷൻ വേണ്ട. സോ കാർബണേറ്റ് അല്ല. അപ്പോൾ ഞാൻ അടുത്ത ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു, വീണ്ടും സോൾട്ട് എടുക്കുന്നു, വാച്ച് ഗ്ലാസ് എടുക്കുന്നു. വാച്ച് ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഞാൻ അസറ്റേറ്റ്, എനിക്ക് തന്ന സോൾട്ട് ഞാൻ ചേർക്കുന്നു. സോൾട്ട് എടുക്കുന്നു, അതിലേക്ക് ഞാൻ ഡൈല്യൂട്ട് H2SO4 ചേർക്കുന്നു. എന്നിട്ട് ഞാൻ ഗ്ലാസ് റോഡ് വെച്ചിട്ട് റബ്ബ് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കുക. സ്മെല്ല് ചെയ്ത് നോക്കുക. വിനെഗറിൻ്റെ സ്മെല്ലൊന്നും കിട്ടുന്നില്ല. ജസ്റ്റ് ഇവിടെ റബ്ബ് ചെയ്തിട്ട് വിനെഗറിൻ്റെ സ്മെല്ലില്ല. അപ്പോൾ എനിക്ക് സെക്കൻഡ് ആനയോണോ അല്ല, അസറ്റേറ്റുമല്ല, സോ സാഡ്, അതുമല്ല. നെക്സ്റ്റ് ഞാൻ ക്ലോറൈഡിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ക്ലോറൈഡിൻ്റെ ടെസ്റ്റിന് വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നത്? സോൾട്ട് എടുക്കുന്നു. സോൾട്ട് എടുക്കുന്നു. അതാണ് നമ്മളെ സിസ്റ്റമാറ്റിക് ടെസ്റ്റ് കേട്ടോ. സോൾട്ട് എടുക്കുന്നു. സോൾട്ടിലേക്ക് കോൺസെൻട്രേറ്റഡ് H2SO4 ചേർക്കുന്നു. നേരത്തെ ആദ്യത്തെ രണ്ടിലും ഡൈല്യൂട്ട് HCl-ഉം ഡൈല്യൂട്ട് H2SO4 ചേർത്തതിന് ശേഷം ഇനി ഞാൻ കോൺസെൻട്രേറ്റഡ് H2SO4 ചേർക്കുന്നു. ഞാൻ എൻ്റെ സോൾട്ട് എടുക്കുന്നു, അതിലേക്ക് കോൺസെൻട്രേറ്റഡ് H2SO4 ചേർക്കുന്നു. കോൺസെൻട്രേറ്റഡ് H2SO4 ചേർത്തപ്പോൾ ഒരു എന്തെങ്കിലും ഗ്യാസ് വരുന്നുണ്ടെങ്കിൽ അത് ക്ലോറൈഡാണ്. പക്ഷേ കോൺസെൻട്രേറ്റഡ് H2SO4 ചേർത്തപ്പം സൾഫ്യൂരിക് ആസിഡിൻ്റെ ആ ചൂട് ഇവിടെ ഉണ്ട്, പക്ഷേ പ്രത്യേകിച്ച് ഗ്യാസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ക്ലോറൈഡ് ഇല്ല എന്ന് ഏകദേശം പറയാം. അങ്ങനെ നിങ്ങൾക്ക് തേർഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ, ക്ലോറൈഡിൻ്റെ ടെസ്റ്റ് ചെയ്യുമ്പോൾ സൾഫ്യൂരിക് ആസിഡ് ചേർത്തപ്പോൾ ചൂട് പുറത്ത് ഗ്യാസ് ഒന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഉടനെ എന്ത് ചെയ്യുക? ഹീറ്റ് ചെയ്യാൻ പോവുക. കാരണം ഫോർത്ത് ടെസ്റ്റ് ഇത് തന്നെയാണ്. ഇത് ആകെ ഇനി പിന്നെ വാഷ് ബേസിലേക്ക് ഒഴിച്ചാൽ വീണ്ടും ചെയ്യാൻ നിൽക്കണ്ട. കാരണം ഫോർത്ത് ടെസ്റ്റിലും ഇത് തന്നെയാണ്. അടുത്ത് നൈട്രേറ്റ് ആണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോൾ നൈട്രേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കയ്യിലൊരു പേപ്പർ ബോൾ ഉണ്ട്. ആ പേപ്പർ ബോൾ ഞാൻ ചേർക്കും. ഹീറ്റ് ചെയ്ത് വരട്ടെ, നന്നായിട്ട് ഹീറ്റ് ചെയ്ത് വരട്ടെ. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡാണ്. പൊട്ടലും ചീറ്റലൊക്കെ കേൾക്കുന്നുണ്ട്. യെസ്. ഞാനിതിലേക്ക് പേപ്പർ ബോൾ ഇടുന്നു. ഞാനിതിലേക്ക് പേപ്പർ ബോൾ ചേർക്കുന്നു. ഓയ് വാ, അതാ റെഡിഷ് ബ്രൗൺ ഗ്യാസ് വരുന്നു. എനിക്ക് മനസ്സിലായി, എനിക്ക് തന്ന സോൾട്ടിൽ നൈട്രേറ്റ് ഉണ്ട്. ഏകദേശം എനിക്ക് സോൾട്ട് കിട്ടി മക്കളെ. എനിക്ക് കിട്ടിയ സോൾട്ട് നേരത്തെ അലുമിനിയം ആണെന്ന് ബ്ലൂ ആഷിൽ കിട്ടി, ഇവിടെ നൈട്രേറ്റ് ആണെന്ന് കിട്ടി. അപ്പം നിങ്ങൾ കാറ്റയോൺ ഏതാ? നൈട്രേറ്റ് അലുമിനിയം ആണോ? അങ്ങനെ പറയരുത്. അലുമിനിയം നൈട്രേറ്റ്. കാറ്റയോണിൻ്റെ പേര് ഫസ്റ്റ്, ആനയോണിൻ്റെ പേര് സെക്കൻഡ്. അലുമിനിയം നൈട്രേറ്റ്. നൈട്രേറ്റിൻ്റെ കൺഫർമേഷൻ ആണല്ലോ. നൈട്രേറ്റിൻ്റെ കൺഫർമേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തായിട്ടുണ്ട്? 2 ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു. ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ, അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ കൺഫർമേഷൻ ചെയ്യാൻ പോകണം. നമ്മൾ നേരത്തെ ചെയ്തതാണ്. കൺഫർമേഷൻ ചെയ്യാൻ പോകണം. ദാ ഫെറസ് സൾഫേറ്റ് എടുക്കുന്നു, അതിൻ്റെ സൊല്യൂഷൻ ആക്കുന്നു. ഫെറസ് സൾഫേറ്റിൻ്റെ സൊല്യൂഷൻ ആക്കുന്നു.
അതൊരു ടെസ്റ്റ് ട്യൂബിൽ ഞാൻ ഫെറസ് സൾഫേറ്റിൻ്റെ സൊല്യൂഷൻ ആക്കി നന്നായിട്ട് ഡിസോൾവ് ആയിക്കോട്ടെ. നന്നായി ഫെറസ് സൾഫേറ്റിൻ്റെ സൊല്യൂഷൻ ആക്കി മാറ്റി ഞാൻ ആ ഫെറസ് സൾഫേറ്റിൻ്റെ സൊല്യൂഷൻ ഞാൻ വേറെ മാറ്റി വെക്കുന്നു. ദെൻ അടുത്ത ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് ഞാൻ എൻ്റെ സോൾട്ട് എടുക്കുന്നു, സോൾട്ടിൻ്റെ സൊല്യൂഷൻ ആക്കുന്നു. ഓക്കെ, അപ്പോൾ ഫെറസ് സൾഫേറ്റിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കി, ദെൻ സോൾട്ടിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കി. ദെൻ ഈ നേരത്തെ ഉണ്ടാക്കി വെച്ച 2 സൊല്യൂഷനിൽ ഈ ഫെറസ് സൾഫേറ്റിൻ്റെ സൊല്യൂഷൻ ഞാൻ എൻ്റെ സോൾട്ട് സൊല്യൂഷനിലേക്ക് ചേർത്തു. ദെൻ എന്തായാലും നമ്മളെ പരിപാടി ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഇതിൻ്റെ സൈഡിലൂടെ ചേർക്കും. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഞാൻ ഇതിൻ്റെ ത്രൂ ദി സൈഡ്സ് ഓഫ് ദി ടെസ്റ്റ് ട്യൂബ്. യെസ്, ഞാനിത് 45 ഡിഗ്രി ചേരിച്ചിട്ടാണ് വെച്ചതൊക്കെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു. 45 ഡിഗ്രി ചേരിച്ച് വെച്ചിട്ട് ഏകദേശം ത്രൂ ദി സൈഡ്സ് ഓഫ് ദി ടെസ്റ്റ് ട്യൂബ് ചേർത്തപ്പം എനിക്കടാ ആ 2 സൊല്യൂഷനും ചേരുന്ന ജംഗ്ഷനിൽ എനിക്കൊരു ബ്രൗൺ റിങ് ഫോം ചെയ്തു. ആ 2 സൊല്യൂഷനും ചേരുന്ന ജംഗ്ഷനിൽ, സോൾട്ട് സൊല്യൂഷനും ഫെറസ് സൾഫേറ്റിൻ്റെ സൊല്യൂഷനും ചേരുന്ന ആ ജംഗ്ഷനിൽ എനിക്ക് ബ്രൗൺ റിങ് ഫോം ചെയ്തു. ഞാൻ ഉറപ്പിച്ചു നൈട്രേറ്റ് ആണെന്ന്. എൻ്റെ എക്സാം ഹോളിലേക്ക് വന്ന എക്സാമിനറെ കൊണ്ട് കാണിച്ചു കൊടുത്തു. സർ, എനിക്ക് കിട്ടിയിരിക്കുന്നു, ഇതാ ബ്രൗൺ റിങ് കിട്ടിയിരിക്കുന്നു, ബ്രൗൺ റിങ് ടെസ്റ്റ്, എൻ്റെ നൈട്രേറ്റ് ആണെന്ന് ഞാൻ കൺഫേം ചെയ്തിരിക്കുന്നു. അപ്പം സാർ പറയും, ഇനി കാറ്റിയോൺ ഏതാണെന്ന് കണ്ടുപിടിച്ചു വാ. മക്കളെ, ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ പ്രിലിമിനറി അനാലിസിസ് ചെയ്ത് നമുക്ക് അലുമിനിയം ആണെന്ന് നമുക്കറിയാം, 3rd ഗ്രൂപ്പ് ആണെന്ന് അറിയാം. എന്നാലും നമ്മളൊരു ഷോ ഓഫിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രൂപ്പ് 0 ഗ്രൂപ്പ്, 1st ഗ്രൂപ്പ്, 3rd ഗ്രൂപ്പ് വരെ ചെയ്തു നോക്കും. 3rd ഗ്രൂപ്പ് നമുക്ക് കിട്ടണം. അപ്പോൾ 0 ഗ്രൂപ്പ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സോൾട്ട് എടുക്കുക, സോൾട്ടിൻ്റെ സൊല്യൂഷൻ ആക്കുക. നിങ്ങൾക്കറിയാലോ 0 ഗ്രൂപ്പിൻ്റെ പഠിക്കാനുള്ള ഒരു എളുപ്പം വഴി എന്താ വെച്ചാൽ 0 ഗ്രൂപ്പിൽ അമോണിയമാണ്. അപ്പോൾ മിക്കവാറും N കൊണ്ട് തുടങ്ങുന്ന ആളുകളാണ് എല്ലാം ചേർക്കേണ്ടത്. ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യേണ്ടത് Na2CO3, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് അമോണിയം ചെയ്യേണ്ടത് NaOH, കൺഫർമേഷൻ ചെയ്യേണ്ടത് നെസ്ലേഴ്സ് റിയേജന്റ്. 3ഉം N കൊണ്ട് തുടങ്ങുന്ന ആളുകളാണ്. ഓക്കെ, അപ്പോൾ ഞാൻ സൊല്യൂഷനാക്കി, സോൾട്ട് സൊല്യൂഷനാക്കി. ഇനി ഇതിലേക്ക് ഞാൻ Na2CO3 ചേർക്കുകയാണ്. സോഡിയം കാർബണേറ്റ് ഞാൻ ചേർക്കുകയാണ്. സോഡിയം കാർബണേറ്റ് ചെയ്തപ്പോൾ എനിക്ക് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വന്നു. എനിക്ക് 0 ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞ് ഓടിപ്പോവരുത്. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വന്നാൽ 0 ഗ്രൂപ്പ് ഇല്ല. 0 ഗ്രൂപ്പ് ആയിരുന്നെങ്കിൽ ഒരു പ്രസിപ്പിറ്റേറ്റും വരാൻ പാടില്ല. അപ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വന്നു, സോ എനിക്ക് 0 ഗ്രൂപ്പ് ഇല്ല. റെഡി? ദെൻ ഫസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചെയ്യാൻ പോവാണ്. ലെഡ് ആയിട്ടുള്ള ഫസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം, സോൾട്ട് എടുക്കുന്നു, എഗെയിൻ സൊല്യൂഷൻ ആക്കുന്നു, എഗെയിൻ നമുക്കറിയാം 3rd ഗ്രൂപ്പാണ്, എന്നാലും സൊല്യൂഷൻ ആക്കുന്നു, ഡിസോൾവ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഡൈല്യൂട്ട് HCl ചേർക്കുന്നു. ഡൈല്യൂട്ട് HCl ചേർത്തപ്പോൾ എനിക്കതാ ഒന്നും സംഭവിച്ചില്ല. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വന്നിരുന്നെങ്കിൽ ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പാന്ന് പറയും. ഒരു പ്രസിപ്പിറ്റേറ്റും വന്നില്ല, അപ്പോൾ ഇത് ഫസ്റ്റ് ഗ്രൂപ്പും അല്ല. ദെൻ നിങ്ങൾ ചോദിക്കുന്നത് എന്തിനാ സാറിന് അറിയാലോ 3rd ഗ്രൂപ്പാണ്. 3rd ഗ്രൂപ്പാണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സോൾട്ട് എടുക്കുന്നു. നിങ്ങൾക്കറിയാം 3rd ഗ്രൂപ്പ് മുതൽ ആരെയാണ് ചേർക്കേണ്ടത്? 3rd ഗ്രൂപ്പ് മുതൽ അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്. 4നും അതന്നെ, 4ന് ഒരാളും കൂടി മാറും, 5നും അതന്നെ. സോ അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ് ചേർക്കുന്നു. അമോണിയം ക്ലോറൈഡ് ചേർക്കുന്നു ഞാൻ. സോൾട്ട് സൊല്യൂഷൻ ആക്കുന്നു ഞാൻ. യെസ്, സോൾട്ട് സൊല്യൂഷൻ ആക്കിയതിനു ശേഷം ഞാൻ അമോണിയം ക്ലോറൈഡ് ചേർക്കുന്നു. അമോണിയം ക്ലോറൈഡ് ചേർത്തതിനു ശേഷം ഞാൻ അമോണിയം ഹൈഡ്രോക്സൈഡ് ചേർക്കുന്നു. യെസ്, ജലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ്. എനിക്കറിയില്ലായിരുന്നു 3rd ഗ്രൂപ്പാണ്. ഞാൻ 3rd ഗ്രൂപ്പാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. 3rd ഗ്രൂപ്പിലെ ജലാറ്റിനസ് ജെല്ല് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ജലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എൻ്റെത് 3rd ഗ്രൂപ്പാണെന്ന്. ഇനി 3rd ഗ്രൂപ്പിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ എങ്ങനെയാണ്? സോൾട്ട് സൊല്യൂഷൻ ആക്കുന്നു, ജസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ കൂടെ ചെയ്യുന്നു, സോൾട്ട് സൊല്യൂഷൻ ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ആനിയോൺ നൈട്രേറ്റ് കിട്ടി. എവിടെയാണോ ആനിയോൺ കിട്ടുന്നത് അതുവരെ ചെയ്താൽ മതി, പിന്നെ സൾഫേറ്റ് ചെയ്യേണ്ട. അതുപോലെ കാറ്റിയോൺ എവിടെയാണോ കിട്ടുന്നത് അതുവരെ ചെയ്താൽ മതി. സോ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി സോൾട്ട് സൊല്യൂഷൻ ആക്കുന്നു. എന്താ ചെയ്യുന്നത്? ഞാൻ വേഗത്തിൽ NaOH ചേർക്കുന്നു. NaOH ചേർക്കുമ്പോൾ നേരത്തെ കിട്ടിയ പോലെ പ്രസിപ്പിറ്റേറ്റ്, ജലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നു. ജെല്ല് പോലത്തെ പ്രസിപ്പിറ്റേറ്റ് വീണ്ടും കിട്ടുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഇത് അലുമിനിയമാണെന്ന്. ഇനി അലുമിനിയത്തിൻ്റെ കൺഫർമേഷൻ ടെസ്റ്റ് എന്താ? ആഷ് ടെസ്റ്റ്. അത് നമ്മൾ പ്രിലിമിനറിയിൽ ചെയ്തു, ബ്ലൂ ആഷ് കിട്ടി. സോ ഇങ്ങനെയാണ് സോൾട്ട് അനാലിസിസ് ചെയ്യേണ്ടത്. ആദ്യം പ്രിലിമിനറി അനാലിസിസ്, പിന്നെ ആനിയോൺ എവിടെയാണോ കിട്ടുന്നത് അവിടെ നിർത്താം, പിന്നെ കാറ്റിയോൺ എവിടെയാണോ കിട്ടുന്നത് അവിടെ നിർത്താം. ഇനി എങ്ങനെയാണ് ഇത് എളുപ്പത്തിൽ ഇതിൻ്റെ സ്കീം പഠിച്ചെടുക്കാം, എങ്ങനെ ഇത് പിന്നെ നമുക്ക് എഴുതാം എന്നുള്ള പോയിന്റുകളൊക്കെ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ നിങ്ങൾക്ക് തരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ.
താങ്ക് യു മക്കളെ.